അച്ഛന്റെ പ്രായമുള്ള ഒരാളെ കുടിപ്പിച്ചത് പോരാഞ്ഞിട്ട് കള്ളത്തിന് കൂടി പറയുന്നു. നീ മാറുമെന്ന് കരുതിയിട്ട് വീണ്ടും നോക്ക്. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം മുടക്കാൻ ആര് നോക്കിയാലും ഞാനത് ക്ഷമിക്കുമെന്ന് കരുതണ്ട. അതെന്റെ മകനാണെങ്കിൽ കൂടി ഇത് നിനക്കുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഓർത്തു വെച്ചോ നീ. വിലാസിനെ ചേച്ചി പാദപൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്. ശരി ചേച്ചി. സുജാത മാഡം കല്യാണിയോട് വരാൻ പറയൂ. ശരി മാഡം. വാ. എന്നാൽ ഈ മൊബൈലിൽ എങ്ങനെ ഡിലീറ്റ് ആയി പോയേ? ഇന്ന് മുതൽ ജോലിക്ക് കയറിക്കൊള്ളാൻ അഖില മാഡം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വിളിക്കാനും വരുന്നില്ലല്ലോ. കല്യാണി, അച്ഛാ, നീ ആരോ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. നിന്റെ മനസ്സ് പിടിയൊന്നല്ലേ? നിനക്ക് എന്താ പറ്റിയേ? കുറച്ചു മുമ്പ് സുജാത വന്നപ്പോ സുജാതയോട് നീ മാഡം എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞോന്ന് ചോദിക്കുന്നത് കേട്ടു. അതേ ചോദ്യം തന്നെ ഇപ്പൊ സേവിയറിനോടും ചോദിക്കുന്നത് കേട്ടു. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, ഇതിന്റെ അർത്ഥം എന്താ? അച്ഛാ, അത് മാഡം എന്നെ തിരികെ ജോലിക്ക് വിളിക്കുമെന്ന് എനിക്കൊരു തോന്നല്. കല്യാണി വേണ്ട. ഇനി നീ വീണ്ടും അവിടെ ജോലിക്ക് പോയാൽ ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും കാത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നീ കാരണം ഉണ്ടായാൽ ആന്റി എന്തിനാ ഇപ്പൊ ആ കല്യാണിയെ വിളിക്കാൻ സുജാത അയച്ചത്? അതിവിടെ ആന്റി ഇന്ന് പാദപൂജയോ മറ്റോ ഇന്ന് നടത്താൻ പോകുന്നില്ലേ? അതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പാചകം ചെയ്യാനായിരിക്കും കല്യാണിയെ വിളിപ്പിച്ചത്. എന്ത് സീരിയസ് ആയിട്ട് പറഞ്ഞാലും അത് അവസാനം തീറ്റിയിൽ അവസാനിപ്പിക്കും അവള്. ദേ, എന്റെ വായിന്നൊന്നും കേക്കണ്ട. ആനന്ദിന്റെ കല്യാണം കഴിയുന്നത് വരെ ഇതിനകത്ത് കയറരുതെന്ന് വിലക്കിയ കല്യാണിയെ അഖിലാന്റി പെട്ടെന്ന് തിരികെ വിളിക്കണമെങ്കിൽ അതിലെന്തോ കാര്യം കാണാതിരിക്കില്ലെന്ന് ഉറപ്പാ. അത് കറക്റ്റ് ഗംഗേ. വരട്ടെ. ഇനി അവൾ ഇതിനകത്ത് വരുമ്പോ സ്വപ്നം കണ്ടാ പോലും ഭയക്കുന്ന രീതിയിൽ അപമാനിച്ചയക്കണം അവളെ. കല്യാണി, മാഡം എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോ? മാഡം നിന്നോട് ജോലിക്ക് വരാൻ പറഞ്ഞു. നിന്നെ വിളിച്ചോണ്ട് വരാനാ എന്നെ അയച്ചത്. എന്താ സുജാത? കല്യാണി വിളിച്ചോണ്ട് വരാൻ മാഡം പറഞ്ഞു. മാഡം ആളെ വിട്ട് വിളിപ്പിക്കുമ്പോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അച്ഛന്റെ ഉള്ളിൽ എവിടെയോ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. സൂക്ഷിക്കണം. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. വാ.
എന്താ ഗംഗ ഇത്? പ്രായത്തെങ്കിലും ബഹുമാനിക്കണ്ടേ? പ്രായം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആൾമാറാട്ടത്തിന് ഒരുമിച്ച് ജയിലഴി എണ്ണാമായിരുന്നിപ്പോ. തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ആ വീഡിയോ അഖിലാന്റി കണ്ടിരുന്നെങ്കിൽ സംഗതി കൈവിട്ട് പോയേനെ. ഞാൻ അപ്പോഴേ ചോദിക്കാനിരുന്നതാ, ആനന്ദ് ഏത് വീഡിയോയുടെ കാര്യം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. വെള്ളമടിച്ച് ഇയാളെല്ലാം അരവിന്ദിനോടും സുബ്രുവിനോടും വിളിച്ചു കൂവിയപ്പോ ഓർക്കണമായിരുന്നു. ദേ ഇനിയും സൂക്ഷിച്ചോ, തൃച്ചംബരത്തൊരു കൗശലക്കാരനുണ്ട്, അരവിന്ദ്. എന്നെയും നിങ്ങളെയൊക്കെ സൂത്രശാലി അവൻ. ഊണിലും ഉറക്കത്തിലും സൂക്ഷിക്കണം അവന്. സോറി, ഞാൻ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ്. ഇന്നലെ അവരെന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാ. കൂടിയ മദ്യമെന്നും പറഞ്ഞ് വെറും ലോക്കൽ മദ്യം കുടിപ്പിച്ചപ്പോ വന്നുപോയൊരു അബദ്ധമാണ്. അബദ്ധം. എല്ലാ കുടിയന്മാരും പറയുന്നൊരു വാക്കാ ഇത്. അത് മൊബൈലിൽ പകർത്തി ആ വീഡിയോ ആനന്ദിനെ കാണിക്കാൻ നേരത്തെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു അബദ്ധമായി തീർന്നേനെ. അപ്പൊ വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞത് സത്യമായിരുന്നല്ലേ? അതെ, സത്യം. ആ വീഡിയോ അരവിന്ദിന്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയത് ദൈവഭാഗ്യം. അത് സ്വയം ഡിലീറ്റ് ആയതൊന്നും അല്ല. അതെ, ആ വീഡിയോ അരവിന്ദ് പോലും അറിയാതെ അരവിന്ദിന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതാ. വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നോ? അതെ, അരവിന്ദും സുബ്രുവും ആ വീഡിയോ ക്ലിപ്പ് ആനന്ദിനെ കാണിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അന്ന് തന്നെ. അഖിലാണ്ടി ഈശ്വരി ആ വീഡിയോ കണ്ട അതോടെ മാളത്തിലേക്ക് മടങ്ങേണ്ടി വരും. ഇത്രയും നാളത്തെ അധ്വാനമെല്ലാം വെറുതെ ആവും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ വീഡിയോ എന്ത് വില കൊടുത്തും ഡിലീറ്റ് ചെയ്യണം. അഖില ഒരിക്കലും കാണാൻ പാടില്ലത്. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കാം. റീസെന്റ് ഡിലീറ്റ് കൂടി ഡിലീറ്റ് ചെയ്താലേ മുഴുവൻ ഡിലീറ്റ് ആകും. ഭാഗ്യം. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അതെങ്ങാനും അഖിലാണ്ടേശ്വരി കണ്ടിരുന്നെങ്കിൽ 3 പേർക്കും കൂടി ഒറ്റ ചിത ഒരുക്കിയേനെ. നന്ദിയുണ്ട് ഗംഗേ.
എങ്ങാനും ഉണ്ടായോ? ദേ നോക്ക്, ഒന്ന് കളയും ഞാൻ. അച്ഛനെ അടിക്കോ? ഈശ്വര, എന്തൊക്കെയാ നടക്കണേ? അറിയാലോ തന്നെ, ഞാൻ പറയുന്നതനുസരിച്ച് നിന്നില്ലെങ്കിൽ തൃച്ചംബരത്ത് നിന്നും പെട്ടിയിലായിരിക്കും സെബാസ്റ്റ്യൻ നിന്റെ ബോഡി പുറത്തേക്ക് പോകുന്നത്. ഓർമ്മയിരിക്കട്ടെ. അഖിലേ, ഇൻകം ടാക്സിന്റെ ഫയലിംഗ് ഒന്നും ഇതിൽ വന്നിട്ടില്ലല്ലോ. ഞാനത് അക്കൗണ്ടന്റിനോടും ഓഡിറ്ററോടും പ്രത്യേകം പറഞ്ഞിരുന്നതാണല്ലോ. സ്റ്റെല്ല, മാഡം, അക്കൗണ്ടന്റിനെ വിളിക്കൂ. ശരി മാഡം. ദാ മാഡം. ശരി മാഡം. ദാ മാഡം. ഹലോ, ഇൻകം ടാക്സ് ഉള്ള സ്റ്റാഫുകളുടെ എല്ലാം സ്റ്റേറ്റ്മെന്റ് വാങ്ങിയോ? ഫോം 16 കൊടുത്തോ? ആ സ്റ്റേറ്റ്മെന്റിലായിരുന്നു വാങ്ങിയിരിക്കണം. ശരി. ആ അരവിന്ദ്, അമ്മേ, സമൂഹ വിവാഹത്തിന് എത്ര ജോഡികളായി? 40ഓളം ആയിട്ടുണ്ടമ്മേ. ഇനിയൊരു 10 ജോഡി കൂടി കണ്ടെത്തണം. ഇങ്ങനെ പോയാ ജോഡികൾ കൂടുന്ന സംശയം. ആ ആനന്ദ്, നിലവിൽ 16 കമ്പനികളിലുമായി എത്ര വേക്കൻസി ഉണ്ടെന്നും ഇനി എത്ര വരാൻ സാധ്യതയുണ്ടെന്നും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. അതെന്തിനാച്ചാ? സമൂഹ വിവാഹത്തിൽ വിവാഹിതരാവുന്ന ജോലിയില്ലാത്തവർക്ക് അവരവരുടെ യോഗ്യത അനുസരിച്ച് ജോലി കൊടുക്കണം. ഓ, നമ്മുടെ കമ്പനികളിലോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധമുള്ള മറ്റ് കമ്പനികളിലോ ജോലി വാങ്ങിക്കൊടുത്തിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കരുതണം. ശരിയമ്മ. 50 ജോഡികളിൽ കൂടിയാലും സാരമില്ല, കുറയരുത്. കുറയാൻ സാധ്യത ഇല്ലമ്മ. 2 ദിവസത്തിനുള്ളിൽ ശരിയായ കണക്ക് തരാം. ആ കുങ്കുമം അറിയാതെ താഴെ വീണതാണോ അത് അവള് ബോധപൂർവം വീഴ്ചിട്ട് അഖിലാണ്ടേശ്വരിയുടെ കാലിൽ തൊട്ടതായിരിക്കോ? അല്ലെങ്കിൽ തന്നെ ആന്റി ഇതിന് ആവശ്യമില്ലാതെ അവളോട് പാദപൂജ ചെയ്യാൻ പറഞ്ഞത്? അയ്യോ ഗംഗെ, അവളെ ഇതിനകത്ത് കയറ്റിയ ആനന്ദിന്റെ മുന്നിൽ വെച്ച് അവള് നിന്റെ കാല് കഴുകട്ടെ എന്ന് കരുതി ചെയ്തതാ. ആന്റി ചെയ്തത് ശരി തന്നെയാ. എല്ലാരുടെ മുന്നിൽ വെച്ച് കല്യാണി അപമാനിക്കപ്പെടുമ്പോ ആനന്ദേട്ടൻ തന്നെ അവളെ ഇനി ജോലിക്ക് വരണ്ടെന്ന് പറയുമെന്ന് കരുതി. അപമാനിക്കപ്പെട്ടത് കല്യാണിയല്ല, ഞാനാ. നീ അപമാനിക്കപ്പെട്ടെന്നോ? എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആന്റിയുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങാൻ നോക്കിയപ്പോ അവളും ആന്റിയുടെ കാലിൽ തൊട്ടത് കണ്ടില്ലേ? അത് യാദൃശ്ചികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആനന്ദും അവളും കൂടി ബോധപൂർവം ചെയ്ത പണിയാ. അതിനെ സാധ്യതയുള്ളൂ. അതാവാനേ വഴിയുള്ളൂ. അത്ര തന്ത്രശാലിയാണല്ലോ അവള്. നീ എന്താ ഗംഗ ആലോചിക്കുന്നത്? മെഹന്തിയിടൽ ഫംഗ്ഷനിൽ അവളെ എന്നേക്കുമായി പുറത്താക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്.